ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറത്താണ്. പള്ളിപ്പുറത്ത് ഇന്നൊരു വലിയൊരു ഉദ്ഘാടനം നടക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഫുഡ് പാർക്കുകളിൽ ഒന്നാകാൻ പോവുകയാണ് നമ്മുടെ ഈ പള്ളിപ്പുറത്തെ ഫുഡ് പാർക്ക്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്. ഏകദേശം 84 ഏക്കറിൽ 130 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഫുഡ് പാർക്ക് യാഥാർത്ഥ്യമാവുന്നത്. ഫുഡ് പാർക്ക് പൂർണ്ണമായിട്ട് പ്രവർത്തന സജ്ജമാവുന്നതോടെ 1000 കോടിയുടെ നിക്ഷേപവും അതുപോലെ തന്നെ 3000 പേർക്ക് തൊഴിലും ലഭിക്കുന്ന തരത്തിലേക്കാണ് ഈ ഫുഡ് പാർക്ക് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് പള്ളിപ്പുറത്ത് ആരംഭിക്കുന്ന മെഗാ ഫുഡ് പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അരൂർ മണ്ഡലത്തിലെ പള്ളിപ്പുറത്താണ് 128.5 കോടി രൂപ ചിലവിൽ ഈ മെഗാ ഫുഡ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ 80 കോടി രൂപയും കേന്ദ്ര സർക്കാർ അനുവദിച്ച 50 കോടി രൂപയും ഉൾപ്പെടെ 130 കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ഈ മെഗാ ഫുഡ് പാർക്ക് സാധ്യമാക്കിയിട്ടുള്ളത്. ആലപ്പുഴ പോലെ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിന് ഏറ്റവും അനുയോജ്യമാണ് കടൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള വ്യവസായങ്ങൾ. അതുകൊണ്ട് തന്നെ ചേർത്തലയിൽ KSIDC ആരംഭിക്കുന്ന മെഗാ ഫുഡ് പാർക്കിന് സാധ്യതകൾ ഏറെയാണ്. 1000 കോടി രൂപ നിക്ഷേപവും 3000 പേർക്ക് തൊഴിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചേർത്തല മെഗാ ഫുഡ് പാർക്ക് പദ്ധതി മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. യൂറോപ്യൻ മാതൃകകളിൽ ആധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കി 84 ഏക്കറിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ മെഗാ ഫുഡ് പാർക്കിൽ ഇതിനോടകം തന്നെ 31 യൂണിറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിരവധി കമ്പനികളാണ് ഈ വ്യവസായ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സന്നദ്ധമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഗോഡൌണുകൾ, കോൾഡ് സ്റ്റോറേജ്, ഡീപ് ഫ്രീസ്, ഡിബോണിംഗ് സെന്റർ, പാർക്കിംഗ് സൗകര്യം, ശുദ്ധജലം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, റോഡ് സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കുന്ന ഈ പാർക്ക് ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ കേരളത്തിന്റെ കുതിച്ചുചാട്ടത്തിന് കളമൊരുക്കുമെന്ന് തന്നെയാണ് വ്യവസായ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി നാടിന് സമർപ്പിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം നടത്തുകയും കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പശുപതി കുമാർ എല്ലാ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. പദ്ധതി പൂർണ്ണ സജ്ജമാവുന്നതോടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫുഡ് പ്രോസസ്സിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നും കേരളത്തിലെ ഏറ്റവും വലുതുമെന്ന ഖ്യാതിയും ചേർത്തലയിലെ ഈ ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിന് സ്വന്തമാകും. അതുകൊണ്ട് തന്നെ ഒരു നാടിൻ്റെ ആഘോഷമെന്ന നിലയിലാണ് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒഴുകിയെത്തിയത്. പൊതുജനങ്ങളുടെ പിന്തുണയോടുകൂടി ഏതൊരു വലിയ പദ്ധതിയും കേരളത്തിൽ സാധ്യമാകുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചേർത്തലയിലെ ഈ മെഗാ ഫുഡ് പാർക്ക്. ടൺ കണക്കിന് കടൽ മത്സ്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ശേഖരിക്കുവാനും കേടുകൂടാതെ സംഭരിക്കുവാനും കൂടാതെ മികച്ച ക്വാളിറ്റിയിൽ സംസ്കരണം നടത്തി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തയ്യാറാക്കുന്നതിനുമെല്ലാം ഈ പാർക്കിൽ വലിയ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കടൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് KSIDC നിർമ്മിച്ചിരിക്കുന്ന നൂതനമായ ഈ പാർക്ക് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ കേരളത്തിന്റെ നാഴികക്കല്ലായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പദ്ധതി ആരംഭിച്ച 31 യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തതോടുകൂടി തന്നെ 200 കോടിയുടെ നിക്ഷേപവും 400 പേർക്ക് തൊഴിലും ലഭിച്ചു കഴിഞ്ഞു. മെഗാ ഫുഡ് പാർക്ക് ചേർത്തലയിലാണെങ്കിലും സമീപ ഫിഷിംഗ് ഹാർബറുകൾക്ക് സമീപം തോപ്പിൻപടി, വൈപ്പിൻ, മുനമ്പം എന്നിവിടങ്ങളിൽ പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ ഇതിനോടകം തയ്യാറായി കഴിഞ്ഞു. ഇതിനു പുറമെ അരൂരിൽ ഇപ്പോൾ തന്നെ കിൻഫ്രയുടെ ഒരു സീ ഫുഡ് പാർക്ക് നിലവിലുണ്ട്. മെഗാ ഫുഡ് പാർക്ക് പദ്ധതി പൂർണ്ണ സജ്ജമാവുന്നതോടുകൂടി 3000 മെട്രിക് ടൺ കോൾഡ് സ്റ്റോറേജ് ആണ് യാഥാർത്ഥ്യമാവുന്നത്. കൂടാതെ ഒരു ദിവസം 10 മെട്രിക് ടൺ കപ്പാസിറ്റിയുള്ള ഡീപ് ഫ്രീസറും സജ്ജമായി കഴിഞ്ഞു. മീനിന്റെ മുള്ള് നീക്കം ചെയ്യുന്നതിന് 10 മെട്രിക് ടൺ കപ്പാസിറ്റിയുള്ള 6 കോടിയുടെ പ്ലാന്റും സജ്ജമായി കഴിഞ്ഞു. 7 ഷെഡുകളിലായി 29,000 ചതുരശ്ര മീറ്റർ അളവ് വരുന്ന കെട്ടിടങ്ങളാണ് പാർക്കിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. അരൂരിലെ സീ ഫുഡ് പാർക്കും അതുപോലെ ഹാർബറുകളിലെ പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങളും ഒപ്പം പ്രധാന പദ്ധതിയായ മെഗാ ഫുഡ് പാർക്കും സാധ്യമാവുന്നതോടെ മത്സ്യോൽപ്പന്ന കയറ്റുമതിയിൽ കേരളം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാകുമെന്നുള്ളതിൽ തർക്കമില്ല. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ശേഖരണത്തിനും സംഭരണത്തിനും വിതരണത്തിനും ഒക്കെ വലിയ മുതൽക്കൂട്ടാകുന്ന തരത്തിലാണ് ഇന്നിവിടെ ഫുഡ് പാർക്ക് ആരംഭിക്കുന്നത്. കേരളത്തിലെ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവേകുന്നതും വലിയ കുതിപ്പേകുന്നതും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള നിരവധി സംരംഭങ്ങളാണ് ഈ അടുത്ത നാളുകളിലായിട്ട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാടിന് മുതൽക്കൂട്ടാവുന്ന ഇത്തരം സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് സമീപഭാവിയിൽ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ, ഇബ്രാഹിം, മഹാരാജാസ്.